ട്രേഡിങ്ങിൽ വിജയിക്കാൻ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം മതിയാകില്ല. കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് ശരിയായി മനസ്സിലാക്കിയാൽ മാർക്കറ്റ് അടുത്തതായി എന്തു ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാം. ഇന്ന് ഡോജി, ഹാമർ, എൻഗൾഫിംഗ് പാറ്റേൺ എന്നിവയും എൻട്രി ആൻഡ് എക്സിറ്റ് സ്ട്രാറ്റജിയും നമുക്ക് പഠിക്കാം. എന്താണ് ഡോജി? ഓപ്പൺ പ്രൈസും അതുപോലെ തന്നെ ക്ലോസ് പ്രൈസും ഏകദേശം ഒരേ നിലയിൽ വരുന്ന കാൻഡിൽ സ്റ്റിക്സ് ആണ് ഡോജി. അടുത്തടുത്തായിരിക്കും ഓപ്പൺ പ്രൈസ്, അതായത് ആ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും പ്രൈസ് ഏകദേശം തൊട്ടടുത്തായിരിക്കും. അങ്ങനെ വരുന്ന ക്യാൻഡിൽസിനാണ് നമ്മൾ ഡോജി ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ഡോജി ക്യാൻഡിൽസിൽ തന്നെ ബുള്ളിഷ് ഡോജി, ബെയറിഷ് ഡോജി. അതായത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഒരു ബുള്ളിഷ് ഡോജി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും റിവേഴ്സൽ സാധ്യത. അതായത് ഒരു അപ് ട്രെൻഡിന് ചാൻസ് ഉണ്ട് എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഒരു ബിയറിഷ് ഡോജി, അപ് ട്രെൻഡിൻ്റെ അവസാനം വന്നാൽ മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന്. അതായത് അപ് ട്രെൻഡ് ഏകദേശം ലാസ്റ്റ് ഒരു ബെയറിഷ് ഡോജിയാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡൗൺ ട്രെൻഡിലോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടെന്ന് മാർക്കറ്റ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാണ് ഡോജി ക്യാൻഡിൽ. അടുത്ത നമുക്ക് ഹാമർ ക്യാൻഡിൽ. ഹാമർ ക്യാൻഡിൽ എന്താണെന്ന് പറയാം. ചെറിയ ബോഡിയും നീളമുള്ള ലോവർ വിക്കും ഉള്ള കാൻഡിൽ സ്റ്റിക്സിനെയാണ് നമ്മൾ ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഹാമർ ക്യാൻഡിൽ മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. അതായത് സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോയെങ്കിലും ബയ്യേഴ്സ് ശക്തമായി തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു സൂചന. അതായത് ഹാമർ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ഏകദേശം ഒരു സപ്പോർട്ട് സോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാമറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അതുപോലെ തന്നെ ഹാമറിൻ്റെ ലോ നമുക്കൊരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം. ടാർഗറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ അവിടെ നമുക്ക് ടാർഗറ്റായിട്ടും വയ്ക്കാം. അടുത്തത് എൻഗൾഫിംഗ് പാറ്റേൺ. എൻഗൾഫിംഗ് ക്യാൻഡിൽസ് പാറ്റേൺ. ഇതിൽ തന്നെ 2 ടൈപ്പ് എൻഗൾഫിംഗ് വരുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ബെയറിഷ് എൻഗൾഫിങ്ങും ഒന്നെന്ന് പറയുന്നത് ബുള്ളിഷ് എൻഗൾഫിങ്ങും. അതിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ, ആ റെഡ് ക്യാൻഡിലിനെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോലെ ഒരു പാറ്റേൺ രൂപപ്പെടും. അത് നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ബെയറിഷ് എൻഗൾഫിംഗ്, അതായത് ഒരു കുഞ്ഞു ഗ്രീൻ ക്യാൻഡിലിനെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂടുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. ഇതിനെ നമുക്ക് ബെയറിഷ് എൻഗൾഫിംഗ് എന്നും വിളിക്കാം. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു സ്ട്രോങ് ബൈ സിഗ്നലും, ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു സ്ട്രോങ് സെൽ സിഗ്നലാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്കത് ഒരു റിയൽ ചാർട്ടിൽ എങ്ങനെ വരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻഗൾഫിംഗ്, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് രൂപപ്പെട്ടതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞു റെഡ് ക്യാൻഡിലിനെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അപ് ട്രെൻഡും കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രെൻഡ് മാറി നേരെ ഓപ്പോസിറ്റ് അപ് ട്രെൻഡായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്തതായിട്ട് ഒരു ഹാമർ ക്യാൻഡിൽ മാർക്കറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണിച്ചു തരാം. ഒരു കുഞ്ഞു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് മാർക്കറ്റ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡോജി കൂടെ പരിചയപ്പെടാം. അതായത് റിയൽ ചാർട്ടിൽ ഒരു ഡോജി രൂപപ്പെട്ടതിന് ശേഷം മാർക്കറ്റിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടെ നോക്കാം.
ഒരു ഡൗൺ ട്രെൻഡിന് അവസാനമായിട്ട് നമ്മൾ ഒരു ഡോജി ക്യാൻഡിൽ രൂപപ്പെടുകയാണ്. ആ ഡോജി ക്യാൻഡിലിന് ശേഷം മാർക്കറ്റ് ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റും കാണിക്കുന്നുണ്ട്. ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ സിക്സ് പാറ്റേൺസ് ഒറ്റയ്ക്ക് ഉപയോഗിക്കാതെ സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രെൻഡും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ചാർട്ട് ഒബ്സർവേഷൻ ചെയ്ത് പിന്നീട് ഡെമോ അല്ലെങ്കിൽ ചെറിയൊരു ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം റിയൽ മണി ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.